ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫേസിൻ്റെ ഒരു ഇത്ര ഭാഗത്ത് ഈ ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് സാറിന് പോലെ വരച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റി അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് ഇത്ര, അതായത് ആ കണ്ണും ആ മൂക്കും അതുപോലെ ചുണ്ടും വരുന്ന ഭാഗത്ത് മാത്രമേ ഇതുപോലെ ക്രോസ് ആയിട്ട് വരച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നോർമലായിട്ട് തന്നെ നമുക്ക് വരച്ചിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പം ഈ പറഞ്ഞത് ഇത് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് വരയ്ക്കാനും പെട്ടെന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ലൈൻസ് ഇടുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് റെഫറൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ലൈൻസ് വരയ്ക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലൈൻസ് വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ഡ്രോയിങ് ചെയ്യുന്നതും ഈ ഒരു അളവും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് നല്ല സമയമെടുത്ത് തന്നെ ചെയ്യുക. എല്ലായിടയ്ക്കും പറയുന്ന കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഔട്ട്ലൈൻ എത്രയും നല്ല രീതിയിൽ വരച്ചാലേ നമുക്ക് ആ ഒരു ഡ്രോയിങ് നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുമ്പം നല്ല സമയമെടുത്തും നല്ല ക്ഷമയോടെ ഇരുന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തെളിച്ച് വരയ്ക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോയാൽ മാത്രം മതി. അതായത് ഒരുപാട് തെളിച്ച് വരച്ച് കഴിഞ്ഞാൽ പിന്നെ തെറ്റിപ്പോയി നമുക്ക് മായ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. നമ്മൾ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് പോലും നമുക്ക് വരയ്ക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന സമയത്തും ഒരുപാട് തെളിച്ച് വരയ്ക്കരുത്. കാരണം നമുക്ക് ആ വരകളൊക്കെ മായ്ക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് തന്നെ നിങ്ങൾ ആ ഒരു വരയൊക്കെ വരയ്ക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാവുന്നതാണ്. ഓരോ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾക്ക് വരയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പോവുക. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി വന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം ഓരോ ഡ്രോയിങ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. ഓരോ ഡ്രോയിങ്ങും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്കൂടെ സാധിക്കുന്നതായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഓരോ ഡ്രോയിങ് ചെയ്യുന്ന സമയത്തും ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അടുത്തൊരു ഡ്രോ ചെയ്യുന്ന സമയത്ത്, അതായത് പുതിയൊരു ഡ്രോ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇമ്പ്രൂവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഓൾഡ് ഡ്രോയിങ്സും ന്യൂ ഡ്രോയിങ്സും തമ്മിൽ വെച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നേ ഉള്ളൂ. ഡ്രോയിങ് പഠിക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ചെറിയൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പ്രാക്ടീസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിച്ച് നല്ല രീതിയിൽ കയറി വരാൻ പറ്റുന്നതാണ്. അപ്പം ഇപ്പോൾ ഒരുപാട് പേര് ഡ്രോയിങ്ങിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പം നിങ്ങളിഷ്ടം, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യത്തിൽ വർക്ക് ചെയ്യുക. ഇപ്പം എന്താ പറയുക, നമുക്ക് മടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിക്കുന്നില്ല. അതേസമയം നമ്മൾ മടിയൊക്കെ മാറ്റി വെച്ച് ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ഡ്രോയിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ, നല്ല ആർട്ടിസ്റ്റായി മാറാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലുള്ള ഔട്ട്ലൈൻ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സാറിന് പോലെ
ലൈൻസ് വരച്ചിട്ടുള്ള റെഫറൻസ് ഇമേജ് നോക്കിയിട്ടാണെങ്കിലും വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഫേസ് ഫുള്ളായിട്ടും ആ ഒരു രീതിയിൽ ക്രോസ് ലൈൻസ് വരച്ചിട്ട് ആ ഒരു ഇമേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇല്ലയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗം ഇപ്പോൾ കണ്ണ് മൂക്ക് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രമായിട്ട് അപ്പോൾ വരച്ചിട്ട് നിങ്ങൾ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ നോക്കി വരച്ചാൽ മതി. അപ്പം ഈ ഒരു മൂവിയിലെ ഈ ഒരു ഇമേജാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവിയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓരോ മൂവിയിലും വരയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓരോ ഡ്രോയിങ്സും ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിലേക്ക് ഒന്ന് കയറി നോക്കാവുന്നതാണ്. നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫ്രീ ഹാൻഡായിട്ട് ഫേസിങ് വരയ്ക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വരച്ച് നോക്കാവുന്നതാണ്. നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ഇനിയുള്ള ദിവസങ്ങളിൽ ഫുള്ളായിട്ടും ഈ ചാനൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കളർ പെൻസിൽ ഡ്രോയിങ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കളർ പെൻസിൽ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ദിവസം കൂടുതലായിട്ട് കളർ പെൻസിൽ ഡ്രോയിങ് ഉൾപ്പെടുത്താം. കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇപ്പം കളർ പെൻസിൽ ഡ്രോയിങ് നമുക്ക് സാറിന് ഈ ഒരു ഡ്രോ ചെയ്യുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം നല്ല സമയം തന്നെ നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ ഞാനാണെങ്കിൽ കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനും കളർ പെൻസിൽ ഡ്രോയിങ് ബിഗിനറാണ്. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് ആ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതൊക്കെ ആ രീതിയിൽ തന്നെ കണ്ടിട്ട് നിങ്ങൾ ഓരോന്നും ഒന്ന് പ്രാക്ടീസ് നോക്കുക, ഒന്ന് വരച്ച് നോക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയം കമൻറ്റായിട്ട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അതായത് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വലിയ താമസിക്കാതെ നമുക്ക് പാർട്ട് 2 ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് നോക്കുക, ഒന്ന് വരച്ച് നോക്കുക.